എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ പാണ്ഡവർ അവർക്ക് അർഹമായ പാതി രാജ്യം കൗരവരിൽ നിന്നും ലഭിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുവാനായി ദൂതനെ ഹസ്തിനപുരിയിലേക്ക് അയക്കുന്നത് വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. അഭിമന്യു ഉത്തര വിവാഹത്തിന് ശേഷം പാണ്ഡവർ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ നടന്ന ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ശ്രീകൃഷ്ണനും ബലരാമനും യാദവരും തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങി. പാണ്ഡവർ അയച്ച ദൂതനായ ബ്രാഹ്മണൻ ഹസ്തിനപുരിയിലെത്തി. അദ്ദേഹം ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ, ദുര്യോധനൻ, കർണൻ മുതലായ പ്രമുഖർ ഇരിക്കുന്ന സഭയിൽ എല്ലാവരെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു: മഹത്തായ കുരുവംശത്തിന്റെ അതിപുരാതനമായ ഈ രാജസഭയിൽ ഞാൻ നിൽക്കുന്നത് പാണ്ഡവ പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ്. അവർക്ക് നിങ്ങളോട് പറയുവാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. നിങ്ങളെല്ലാവർക്കും സൗഖ്യം തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ധർമ്മം എന്ന വാക്ക് ഹിമാലയം പോലെ അതിശ്രേഷ്ഠമാണ്. ആ വാക്കിൻ്റെ അർത്ഥം സാഗരം പോലെ വിശാലവും അതിനിഗൂഢവും ആഴമേറിയതുമാണ്. രാജാവ് പ്രജകളോട് ധർമ്മം കാണിക്കേണ്ടത് പോലെ തന്നെ പ്രധാനമാണ് സഹോദരന്മാർക്കിടയിൽ ധർമ്മം പാലിക്കേണ്ടത്. ധൃതരാഷ്ട്രരും പാണ്ഡുവും ഒരേ പിതാവിൻ്റെ മക്കൾ ആണെന്നിരിക്കെ അവർ രണ്ടുപേരും രാജ്യത്തിൽ തുല്യ അവകാശികളാണ്. അതിനാൽ തന്നെ മഹത്തായ കുരുവംശ സിംഹാസനത്തിൽ കൗരവർക്ക് എത്ര അവകാശമുണ്ടോ അത്ര തന്നെ അവകാശം പാണ്ഡവർക്കുമുണ്ട്. കൗരവർ ഇപ്പോൾ വച്ചനുഭവിച്ചു പോകുന്ന എല്ലാ സുഖസൗകര്യങ്ങൾക്കും പാതി അവകാശികൾ പാണ്ഡവർ ആണ്. ഇതിനു മുൻപും പാണ്ഡവർക്ക് അവർക്ക് അർഹമായത് നൽകുവാൻ കൗരവർ ഒരുക്കമായിരുന്നില്ല. ഇപ്പോഴും അത് അതേപടി തന്നെ തുടരുകയാണ്. കൗരവർ പാണ്ഡവർക്ക് അവർക്ക് അർഹമായത് നൽകിയില്ല എന്ന് മാത്രവുമല്ല, പലപ്പോഴും അവരെ അപായപ്പെടുത്തുവാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ജീവൻ അപഹരിക്കുവാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. ആയുസിന്റെ ബലം കൊണ്ടാണ് പാണ്ഡവർ ഇപ്പോഴും കൗരവരുടെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നത്. പാണ്ഡവർ കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ ഇന്ദ്രപ്രസ്ഥം കൗരവർ ചതിയിലൂടെ സ്വന്തമാക്കി. ഇതെല്ലാം നടന്നത് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മൗനാനുവാദത്തോടെ തന്നെയാണ്. പാണ്ഡവരും ദ്രൗപദിയും ഈ രാജസഭയിൽ വെച്ച് കൊടിയ അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർന്നുള്ള 12 വർഷം ദുരിതം നിറഞ്ഞതായിരുന്നു അവർക്ക്. 13-ാം വർഷം അവർ വിരാടദേശത്ത് പുനർജനിച്ചു, പുതിയ വ്യക്തികളായി. ഇങ്ങനെയെല്ലാം ആയിട്ട് കൂടിയും പാണ്ഡവർ ഇപ്പോഴും കൗരവരുമായി രമ്യതയിൽ സൗഖ്യത്തിൽ കഴിയുവാനുള്ള വഴികളാണ് തേടുന്നത് എന്ന് അറിഞ്ഞാലും അവർ സ്വന്തം ബന്ധുക്കളുമായി യുദ്ധം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് അർഹമായത് അവർക്ക് നൽകിയാലും ഈ പ്രശ്നത്തിന് സമാധാനപരമായ ഒരു പരിഹാരമാണ് ആവശ്യം. ഇനി ഒരു യുദ്ധം ഒഴിവാക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ പാണ്ഡവർ അതിനും തയ്യാറാണ്. 7 അക്ഷൗഹിണി സൈന്യമാണ് പാണ്ഡവ പക്ഷത്ത് യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്നത്. 1000 അക്ഷൗഹിണി സൈന്യത്തിന് സമന്മാരായ വീരന്മാർ പാണ്ഡവ പക്ഷത്ത് ഉണ്ടെന്ന് ഓർത്താലും കൗരവ പക്ഷത്ത് അതിവിശാലമായ സൈന്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ. എന്നാൽ അവയൊന്നും മതയാനക്കൂട്ടത്തിന് സമനായ ഭീമസേനനോ ഇന്ദ്രന് സമനായ ധനഞ്ജയനോ തുല്യമല്ല. ചിന്തിക്കുക, യുദ്ധം വേണമോ വേണ്ടയോ എന്ന്. തീരുമാനം എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് അറിയിക്കുക. ധർമ്മം പരിപാലിക്കപ്പെടുക തന്നെ വേണം. പാണ്ഡവരുടെ ദൂതനായ ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ട് ഭീഷ്മർ പറഞ്ഞു: പാണ്ഡവർ സുഖമായിരിക്കുന്നു, നല്ല കാര്യം തന്നെ. അവരുടെ പക്ഷത്ത് നിൽക്കുവാൻ രാജാക്കന്മാരും സൈന്യവും ഉണ്ട് എന്നതും നല്ലത് തന്നെ. എന്നിരുന്നാൽ കൂടിയും അവർ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിനാണ് എന്നതും മഹത്തരമായ കാര്യം തന്നെ. എന്നാൽ താങ്കൾ ഇതൊക്കെ അവതരിപ്പിച്ച രീതി ശരിയായില്ല. സത്യമായിരിക്കാം അങ്ങ് പറഞ്ഞത്. എന്നാൽ അങ്ങയുടെ വാക്കുകൾക്ക് മൂർച്ച വളരെ കൂടുതലായിരുന്നു. അങ്ങയുടെ വാക്കുകളിൽ തുളുമ്പിയത് ഭീഷണിയുടെ ശിൽക്കാരമായിരുന്നു. അത് അങ്ങ് ബ്രാഹ്മണൻ ആയതിനാലായിരിക്കും അങ്ങയുടെ വാക്കുകൾക്ക് ഇത്ര മൂർച്ച. പാണ്ഡവർ ദുരിതം അനുഭവിച്ചു എന്നത് സത്യം തന്നെ, ഞാനത് സമ്മതിക്കുന്നു. പാണ്ഡവർക്ക് പാരമ്പര്യമായി കൈമാറി വന്ന സ്വത്തിലും അധികാരത്തിലും അവകാശമുണ്ട്, ഞാൻ ഇതും സമ്മതിക്കുന്നു. പാർത്ഥന് സമനായ ഒരു പോരാളിയുമില്ല, 3 ലോകങ്ങളിലും കാണുകയുമില്ല. ഭീഷ്മർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ കർണൻ ഇടയ്ക്ക് കയറി സംസാരിക്കുവാൻ തുടങ്ങി. കർണൻ പിതാമഹന്റെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു: ഹേ ബ്രാഹ്മണ, താങ്കൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. പാണ്ഡവർ പകിടകളിയിൽ തോറ്റു. വ്യവസ്ഥ പ്രകാരം 12 വർഷം വനവാസവും 13-ാം വർഷം അജ്ഞാതവാസവും അവർ അനുഷ്ഠിക്കേണ്ടതായിരുന്നു. എന്നാൽ 13-ാം വർഷം കഴിയുന്നതിന് മുൻപായി തന്നെ അർജുനനെ കണ്ടെത്തുവാൻ കൗരവ പക്ഷത്തിന് കഴിഞ്ഞു. അതിൻ പ്രകാരം അവർ വീണ്ടും 12 വർഷം വനവാസവും 13-ാം വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ അവർ പകിടകളിയുടെ വ്യവസ്ഥ പാലിക്കാതെ വീണ്ടും അർഹമായ സ്വത്ത് ചോദിച്ചു വരികയാണ്. ബ്രാഹ്മണ, ഭീഷണി ഇങ്ങോട്ട് വേണ്ട. ഭയം മൂലം ദുര്യോധനൻ പാണ്ഡവർക്ക് കാലുകുത്തുവാനുള്ള ഭൂമി പോലും നൽകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ധർമ്മത്തിന് അനുസൃതമായി പോവുകയാണെങ്കിൽ അദ്ദേഹം ഈ ഭൂമി തന്നെ നൽകുകയും ചെയ്യും. ബ്രാഹ്മണ, പാണ്ഡവർ പകിടകളിയുടെ വ്യവസ്ഥ പാലിക്കണം. ആരാലും അറിയപ്പെടാതെ 13-ാം വർഷം അജ്ഞാതവാസം അനുഷ്ഠിക്കണം. അതിൽ പരാജയപ്പെട്ടിട്ട് നഷ്ടമായ രാജ്യം തിരിച്ചു ചോദിച്ചു വരുന്നത് വിഡ്ഢിതരമാണ്.
പാണ്ഡവർക്ക് യുദ്ധം ചെയ്യുവാൻ കൊതി പൂണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് പറയൂ, കൗരവപക്ഷത്തും വീരന്മാർക്ക് ഒരു ക്ഷാമവുമില്ല എന്ന്. ഇത് കേട്ട് പിതാമഹൻ ഭീഷ്മർ കർണനോട് പറഞ്ഞു, ഹേ രാധയ, താങ്കൾക്ക് പാണ്ഡവരോട് എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ വിരോധം കാണുമായിരിക്കാം. അതിനെ കൗരവപക്ഷത്തിന്റെ അഭിപ്രായം കണക്കെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് പാണ്ഡവരിൽ ആരെങ്കിലുമായി തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ വൈരാഗ്യമുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കേണ്ട സന്ദർഭം ഇതല്ല. പിന്നെ ഇങ്ങനെ വീരസ്യം പറയുവാൻ നീ എന്താണ് കാണിച്ചത് കർണ? വിരാട യുദ്ധത്തിൽ എവിടെയായിരുന്നു നിന്റെ ശൗര്യം? ഈ ബ്രാഹ്മണന്റെ വാക്കുകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ അത് ചെന്ന് അവസാനിക്കുക സർവനാശത്തിലായിരിക്കും എന്നത് സുനിശ്ചിതമാണ്. ഭീഷ്മരുടെ വാക്കുകൾ കേട്ട് എന്തോ പറയുവാൻ തുനിഞ്ഞ കർണനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, ഗംഗേയനായ പിതാമഹൻ എന്ത് പറഞ്ഞാലും അത് കൗരവരും പാണ്ഡവരും ഉൾപ്പെടുന്ന കുരുവംശത്തിന്റെയും ഭൂമിയുടെ തന്നെ നന്മയും കരുതി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, താങ്കൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ചർച്ചയിലൂടെ രൂപപ്പെടുന്ന തീരുമാനം എന്താണെന്ന് പാണ്ഡവരെ ഞാൻ സഞ്ജയൻ മുഖേന അറിയിക്കുന്നതായിരിക്കും. അങ്ങയ്ക്ക് പാണ്ഡവ സമക്ഷത്തേക്ക് മടങ്ങാവുന്നതാണ്. തുടർന്ന് ധൃതരാഷ്ട്രർ പാണ്ഡവദൂതനായി വന്ന ബ്രാഹ്മണനെ വേണ്ടവിധം സൽക്കരിച്ച് തിരിച്ച് പാണ്ഡവരുടെ അടുത്തേക്ക് യാത്രയാക്കി. അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹശേഷം പാണ്ഡവപക്ഷത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ദുര്യോധനൻ ചാരന്മാർ മുഖേന സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിവാഹശേഷം കൃഷ്ണനും ബലരാമനും യാദവരും ദ്വാരകയിലേക്ക് മടങ്ങി. അരങ്ങേറുവാൻ സാധ്യതയുള്ള യുദ്ധത്തിൽ ശ്രീകൃഷ്ണന്റെയും യാദവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുവാൻ അർജുനൻ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു എന്ന് ചാരന്മാർ വഴി അറിഞ്ഞ ദുര്യോധനൻ അടുത്ത നിമിഷം തന്നെ ദ്വാരകയിലേക്ക് കാറ്റിന്റെ വേഗതയുള്ള കുതിരകളാൽ വലിക്കുന്ന രഥത്തിൽ പുറപ്പെട്ടു. ദ്വാരകയിൽ അർജുനനും ദുര്യോധനനും ഒരേ സമയം തന്നെ എത്തി. ശ്രീകൃഷ്ണനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുവാൻ അർജുനനും ദുര്യോധനനും കൃഷ്ണന്റെ അന്തഃപുരത്തിലേക്ക് നടന്നു. ആദ്യം കൃഷ്ണനെ കണ്ട് ആദ്യം തന്നെ സഹായം അഭ്യർത്ഥിക്കുവാൻ വേഗത്തിൽ നടന്ന ദുര്യോധനൻ ശ്രീകൃഷ്ണൻ വിശ്രമിക്കുന്ന മുറിയിൽ ആദ്യം പ്രവേശിച്ചു. ആ സമയത്ത് മാധവൻ സുഖനിദ്രയിലായിരുന്നു. ശ്രീകൃഷ്ണന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തണ്ട എന്ന് കരുതി അദ്ദേഹം ഉണരുന്നതും കാത്ത് ദുര്യോധനൻ ശ്രീകൃഷ്ണന്റെ ശിരസ് വരുന്ന കട്ടിലിന്റെ ഭാഗത്തിനടുത്തായി തന്നെ ഇരുന്നു. മാധവൻ എണീക്കുമ്പോൾ ആദ്യം തന്നെ തന്റെ ആവശ്യം അറിയിക്കണമെന്ന ലക്ഷ്യത്തോടെ ശ്രീകൃഷ്ണന്റെ മുറിയിലേക്ക് രണ്ടാമതായി പ്രവേശിച്ച അർജുനൻ അദ്ദേഹം ഉറങ്ങുകയാണ് എന്നറിഞ്ഞ് അദ്ദേഹത്തിന്റെ പാദത്തിന് സമക്ഷത്തായി നിന്നു. ദുര്യോധനനും അർജുനനും ലീലാപുരുഷോത്തമനായ ശ്രീകൃഷ്ണൻ ഉണരുന്നതും കാത്തിരുന്നു. ഉറക്കം ഉണർന്ന് കണ്ണുകൾ തുറന്ന ശ്രീകൃഷ്ണൻ ആദ്യം കണ്ടത് തന്റെ കാൽപാദത്തിന് സമക്ഷത്തായി നിൽക്കുന്ന അർജുനനെയാണ്. ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, പാർത്ഥ, താങ്കൾ എപ്പോഴാണ് എത്തിയത്? എന്താണ് താങ്കളുടെ ആഗമനോദ്ദേശം? ഇത് കേട്ട് അർജുനൻ ഉത്തരം പറയുന്നതിന് മുൻപായി തന്നെ ദുര്യോധനൻ പറഞ്ഞു, മാധവ, അങ്ങയെ കാണുവാൻ ആദ്യം എത്തിയത് ഞാനാണ്. എനിക്ക് ശേഷമാണ് അർജുനൻ എത്തിയത്. ആഗമനോദ്ദേശം എന്താണെന്ന് അങ്ങ് ആദ്യം ചോദിക്കേണ്ടത് എന്നോടാണ്. ഇത് കേട്ട് ദുര്യോധനനെ നോക്കി ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, പറഞ്ഞാലും സുയോധന, എന്താണ് അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണ, യുദ്ധത്തിൽ അങ്ങ് സഹായിക്കേണ്ടത് എൻ്റെ പക്ഷത്തിനെ ആയിരിക്കണം. മാധവ, ആദ്യം വന്നത് ഞാനാണ്. അങ്ങയോട് ആദ്യം സഹായം അഭ്യർത്ഥിക്കുന്നതും ഞാനാണ്. ആദ്യം എത്തുന്നവർക്കാണ് മുൻഗണന നൽകേണ്ടത് കേശവ. പുരുഷോത്തമനായ അങ്ങയ്ക്ക് അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് കേട്ട് കള്ളച്ചിരിയോടെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സുയോധന, താങ്കളായിരിക്കാം ആദ്യം എത്തിയത്, ശരിയായിരിക്കാം അത്. എന്നാൽ കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് പാർത്ഥനെയാണ്. അതിനാൽ തന്നെ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കാം. ആദ്യം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം പ്രായത്തിൽ ഇളയവർക്കാണ് സാധാരണയായി നൽകാറുള്ളത്. അതിനാൽ തന്നെ ഞാൻ നൽകുന്ന സഹായത്തിൽ എന്താണ് വേണ്ടത് എന്ന് ആദ്യം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഞാൻ ഇളയവനായ അർജുനന് നൽകാം. ഇത് കേട്ട് ദുര്യോധനൻ അസ്വസ്ഥനായി. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, യുദ്ധം അരങ്ങേറുന്നുവെങ്കിൽ എനിക്ക് അതിനായി നൽകുവാൻ സാധിക്കുന്നത് ഇവയാണ്. ശ്രദ്ധിച്ചു കേട്ടാലും. ലക്ഷക്കണക്കിന് ശക്തരായ യാദവ യോദ്ധാക്കൾ ഉള്ള സൈന്യമുണ്ട് എനിക്ക്. നാരായണസേന എന്നാണ് എൻ്റെ സൈന്യം അറിയപ്പെടുന്നത്. പരിചയ സമ്പന്നരായ യുദ്ധത്തിൽ പയറ്റിത്തെളിഞ്ഞ അജേയരായ യോദ്ധാക്കളാണ് നാരായണസേനയിൽ ഉള്ളത്. നിനക്ക് നാരായണസേനയാണ് വേണ്ടതെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. പിന്നെയുള്ളത് ഞാൻ തന്നെയാണ്. എന്നാൽ ഞാൻ ആയുധമെടുക്കില്ല. യുദ്ധത്തിൽ പ്രത്യക്ഷമായി ആയുധമെടുത്ത് പോരാടുകയോ ഇടപെടുകയോ ചെയ്യുകയില്ല. നിനക്ക് എന്താണ് വേണ്ടത് പാർത്ഥ? നാരായണസേനയെയോ അതോ യുദ്ധത്തിൽ ആയുധമെടുത്ത് പോരാടുകയില്ല എന്ന് പറയുന്ന എന്നെയോ? എന്താണ് നീ തിരഞ്ഞെടുക്കുന്നത്? ചോദ്യം അർജുനനോടായിരുന്നുവെങ്കിലും ദുര്യോധനന്റെ നെഞ്ചെടുപ്പാണ് ഉയർന്നത്. അർജുനൻ നാരായണസേനയെ തിരഞ്ഞെടുത്താൽ അത് തന്റെ പക്ഷത്തിന് കനത്ത ആഘാതമായിരിക്കും. ദുര്യോധനൻ അർജുനൻ എന്ത് പറയുന്നുവെന്ന് കേൾക്കുവാൻ അക്ഷമനായി വേവലാതിപ്പെട്ട് അത് പുറത്ത് കാണിക്കാതിരിക്കുവാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഇരുന്നു. എന്നാൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ അർജുനന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. തൊഴുകൈകളോടെ അർജുനൻ ശാന്തനായി മാധവനോട് പറഞ്ഞു, ഹേ കേശവ,
ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ സാമീപ്യം മാത്രമാണ്. അങ്ങ് ആയുധമെടുക്കുന്നുവോ ഇല്ലയോ എന്നത് എന്നെ സംബന്ധിച്ച് തികച്ചും അപ്രസക്തമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് എൻ്റെ കൂടെ വേണമെന്ന് മാത്രമാണ്. കൃഷ്ണൻ മന്ദഹസിച്ചു. അർജുനൻ്റെ ഉത്തരം കേട്ട് സന്തോഷം കൊണ്ട് ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. അർജുനൻ സ്വന്തം തീരുമാനം മണ്ടത്തരമായി പോയി എന്ന് മനസ്സിലാക്കി മാറ്റി പറയുന്നതിന് മുൻപ് തന്നെ തനിക്ക് വേണ്ടത് നേടിയെടുക്കണമെന്ന ഉദ്ദേശത്തോടെ ദുര്യോധനൻ പറഞ്ഞു, അപ്പോൾ നാരായണസേന എനിക്ക് കേശവ. ഞാൻ നാരായണസേനയെ തിരഞ്ഞെടുക്കുന്നു. കൃഷ്ണൻ അർജുനനെയും ദുര്യോധനനെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യുദ്ധം അരങ്ങേറുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്തുവോ അത് തന്നെയാവും നിങ്ങൾക്ക് ലഭിക്കുക. അതീവ സന്തോഷത്തോടെ ശ്രീകൃഷ്ണന് നന്ദി പറഞ്ഞ് ദുര്യോധനൻ ശ്രീകൃഷ്ണന്റെ അന്തഃപുരത്തിൽ നിന്നും പുറത്തേക്ക് പോയി. ദുര്യോധനൻ ഓർത്തു, എന്തൊരു വിഡ്ഢിയാണ് അർജുനൻ. അവൻ തിരഞ്ഞെടുത്തത് ആയുധമെടുക്കാത്ത കൃഷ്ണനെ. കന്നുകാലികളെ നോക്കി നടന്ന ആ കൃഷ്ണനെ ആർക്ക് വേണം? ഞാൻ ആഗ്രഹിച്ചത് നാരായണസേനയാണ്. ഭാഗ്യം തുണച്ചു. നാരായണസേനയെ എനിക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ മുറിയിൽ നിന്നും പുറത്തു കടന്ന ദുര്യോധനൻ നേരെ പോയത് ഗദായുദ്ധത്തിൽ തന്റെ ഗുരുവായ ബലരാമന്റെ സമക്ഷത്തേക്ക് ആയിരുന്നു. ബലരാമന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ദുര്യോധനൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യൻ. യുദ്ധത്തിന് ബലരാമൻ തന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് ദുര്യോധനൻ അഭ്യർത്ഥിച്ചപ്പോൾ ബലരാമൻ പറഞ്ഞു, നരേന്ദ്ര, വിരാട രാജ്യസഭയിൽ ഞാൻ സംസാരിച്ചത് നിനക്കും കൂടെ വേണ്ടിയാണ്. എന്നാൽ കൃഷ്ണൻ എനിക്ക് പ്രാണനാണ്, ജീവശ്വാസമാണ്. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്താണെങ്കിൽ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുവാൻ എനിക്ക് കഴിയുകയില്ല പുത്ര. കേശവൻ ആയുധം എടുക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ആയുധം എടുക്കുകയില്ല. ഞാൻ നിഷ്പക്ഷനായിരിക്കും. ഞാൻ പാണ്ഡവ പക്ഷത്തെയോ കൗരവ പക്ഷത്തെയോ അനുകൂലിക്കുകയില്ല. ഞാൻ ഒരു പക്ഷത്തിനു വേണ്ടിയും ആയുധം എടുക്കുകയുമില്ല. യുദ്ധം അനിവാര്യമെങ്കിൽ നീ ക്ഷത്രിയ ധർമ്മത്തിനനുസരിച്ച് യുദ്ധം ചെയ്യുക. ഗദാവീരനായ നീ ഗദായുദ്ധത്തിന്റെ നിയമങ്ങൾ പാലിക്കുക. നിനക്ക് മംഗളം ഭവിക്കട്ടെ. കലപ്പ ആയുധമായി ഉള്ളവനായ ബലരാമനെ ദുര്യോധനൻ കെട്ടിപ്പിടിച്ചു. തന്റെ ഗുരുവിന്റെ ആശീർവാദം ഏറ്റുവാങ്ങി ദുര്യോധനൻ അടുത്തതായി ചെന്നത് യാദവ വീരനായ കൃതിവർമാവിന്റെ അടുത്തേക്കാണ്. യുദ്ധത്തിന് സഹായം അഭ്യർത്ഥിച്ച ദുര്യോധനന് ഒരു അക്ഷൗഹിണി സൈന്യത്തെ നൽകാമെന്ന് കൃതിവർമാവ് വാക്കുകൊടുത്തു. അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചതുപോലെ നേടിയെടുക്കുവാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിച്ച് ദുര്യോധനൻ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. മഹാഭാരതത്തിൽ പലയിടത്തും നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന വാക്കാണ് അക്ഷൗഹിണി എന്നത്. അത് കാലാളും കുതിരപ്പടയും ആനയും രഥവും എല്ലാം ചേരുന്ന സൈന്യത്തിന്റെ ഒരു ഘടനയാണ് സൂചിപ്പിക്കുന്നത്. 21,870 രഥങ്ങൾ, 21,870 ആനകൾ, 65,610 കുതിരകൾ, 1,09,350 കാലാൾ ഭടന്മാർ, ഇത്രയും അടങ്ങുന്ന സൈന്യത്തിൻ്റെ ഒരു ഘടനയാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. നമുക്ക് മഹാഭാരതത്തിലേക്ക് തിരിച്ചു വരാം. ദുര്യോധനൻ അങ്ങനെ ആഗ്രഹിച്ച നാരായണ സേനയെയും കൃതിവർമാവിൽ നിന്നും ലഭിച്ച ഒരു അക്ഷൗഹിണി സൈന്യത്തെയും സ്വന്തമാക്കിയ സന്തോഷത്തോടെ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. ഇതേ സമയം കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പാർത്ഥ നീ എന്നെ തന്നെ തിരഞ്ഞെടുത്തത്? ഞാൻ യുദ്ധത്തിൽ ആയുധമെടുക്കുകയില്ല എന്ന് പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ല എന്നുണ്ടോ അർജുന? എന്തുകൊണ്ടാണ് നീ എൻ്റെ മഹാസൈന്യത്തെ വേണ്ട എന്ന് വെച്ചത്? അർജുനൻ തൊഴുകൈകളോടെ പറഞ്ഞു, കേശവ, ആയുധമെടുക്കാതെ തന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗരവ സൈന്യയെ, അത് എത്ര വലുതാണെങ്കിലും മുഴുവനായും തറപറ്റിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സാമീപ്യം മാത്രമാണ് മധുസൂദന. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും നേടിയെടുക്കുവാൻ കഴിയും. അങ്ങ് എൻ്റെ മാർഗദീപമാണ്, പ്രകാശവും പ്രതീക്ഷയുമാണ് കേശവ. അങ്ങ് എൻ്റെ സാരഥിയാകണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുദ്ധം അരങ്ങേറുന്നുവെങ്കിൽ അങ്ങ് എൻ്റെ രഥം തെളിയിക്കണം. അങ്ങയുടെ കീർത്തിയുടെ ഒരു കണികയെങ്കിലും എനിക്കും കിട്ടാതിരിക്കുകയില്ല. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ തേരാളിയാകുവാൻ ഞാൻ ഒരുക്കമാണ് പാർത്ഥ. യുദ്ധത്തിൽ ആയുധമെടുക്കുകയില്ലെങ്കിലും നിന്റെ സാരഥിയായി ഞാൻ കൂടെ തന്നെ കാണും. ഇത് കേട്ട് അതീവ സന്തോഷത്തോടെ ശ്രീകൃഷ്ണനെ വണങ്ങി യാത്ര പറഞ്ഞ് അർജുനൻ ഉപപ്ലവ്യത്തിലേക്ക് മടങ്ങി. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.